ചെമ്മന്തട്ട വിശേഷങ്ങളിൽ നിന്ന് അടുത്ത വിശേഷത്തിലേക്ക് വരാം. പെരുവമ്മലയിലേക്കാണ് അടുത്ത യാത്ര. അതും ഒരു ശിവക്ഷേത്രം തന്നെയാണ്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ ഒരു 1.5-2 കിലോമീറ്റർ കഴിയുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് പെരുവമ്മലയിലേക്കുള്ള ബോർഡ് കാണാം. അവിടേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ നടന്നാണ് മുകളിലേക്ക് കയറേണ്ടത്. കുറച്ച് ദൂരം വരെയൊക്കെ 2 വീലർ വരും, അതിനുശേഷം മുകളിലേക്ക് വരില്ല. പിന്നെ ഇതൊരു കുത്തനെയുള്ള കയറ്റമുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമേ ആ ഒരു കയറ്റമുള്ളൂ. കാല് വഴുക്കാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ കയറി മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്വാസം നിൽക്കുന്ന പോലത്തെ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അതായത് ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ കുന്ന് നിൽക്കുന്നത്. ഈ കുന്നിൻ്റെ മുകളിലുള്ള ഒരു ശിവക്ഷേത്രമാണ് പെരുവമ്മല. അപ്പോൾ ആൻറ്റിയുടെ സന്തോഷം നിങ്ങളൊന്ന് കണ്ടേ. ഇഷ്ടമായല്ലേ? അടിപൊളി പ്ലേസ് അല്ലേ? അടിപൊളി പ്ലേസ് അല്ലേ? അങ്ങനെ ആൻറ്റിയുടെ സന്തോഷമൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ സമയം ഇങ്ങനെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നെ ക്ഷേത്രത്തിലേക്ക് കടന്നു. ഇത്തവണത്തെ എൻ്റെ അത്ഭുതം ഈ മരമായിരുന്നില്ല കേട്ടോ. ദാ ഈ നിൽക്കുന്ന പൂത്തുലഞ്ഞ് തകർത്ത് നിന്ന കൊന്നമരമായിരുന്നു എൻ്റെ ഇത്തവണത്തെ സർപ്രൈസായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു 5-6 പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇതുപോലെ കൊന്നമരം പൂത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പ്രസാദമൊക്കെ തൊട്ടതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ അവിടെയുള്ള ആൽമരത്തിലേക്ക് വെച്ചു. ഞാൻ കഴിവതും ഇതുപോലെ ചന്ദനമൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. പരിസരത്ത് തന്നെ വെച്ചിട്ടാണ് വരാറ്. ക്ഷേത്രത്തിനകത്ത് നിന്ന് ഞങ്ങൾക്ക് 2 മാങ്ങയൊക്കെ കിട്ടിയായിരുന്നു. അതെല്ലാം കൊണ്ട് വന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവർ എടുത്ത് വെച്ചിരുന്ന കുറച്ച് കൊന്നപ്പൂ എടുത്ത് ഞാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാൻ മാത്രമല്ല, ആൻറ്റിയെ കൊണ്ട് എടുപ്പിച്ചു. ആൻറ്റിയുടെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമല്ലേ, അപ്പോഴത്തേക്ക് ഒരു റീലൊക്കെ സെറ്റാക്കാമല്ലോ എന്ന് കരുതി കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിറയെ അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ പറന്ന് നടക്കായിരുന്നു. അവരും കുറേ എടുത്ത് കുട്ടിയുടെ ബർത്ത്ഡേയുടെ എന്തോ ഫോട്ടോഷൂട്ടായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എപ്പോഴൊക്കെ ഇവിടെ വന്നാലും എത്ര എടുത്താലും എനിക്ക് മതി വരില്ല. ഈ പെരുവമലയിലേക്കുള്ള യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടം എന്താണെന്നറിയോ? ഈ പച്ചപ്പും ഹരിതാപയും കാടും മേടും ഒക്കെ കടന്നൊരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയില്ലേ, അതാണ്. എന്ന് കരുതി ഞാൻ എല്ലായിടത്തുനിന്നും എത്തിപ്പെടാൻ എനിക്ക് പറ്റാറില്ല. ഇത് എന്നെക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയൊരു സ്പോട്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതവണ ഞാൻ പോയിട്ടുമുണ്ട്. എനിക്കതുകൊണ്ട് എത്ര പോയാലും മതിവരാത്തൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഭക്തിമാർഗ്ഗം മാത്രമല്ല കേട്ടോ, എനിക്കിവിടെ ചെല്ലുമ്പോൾ ഒരുമാതിരി ടൂർ ഫീലാണ്. ഞാൻ ടൂറിന് പോകുന്നൊരു വൈബാണ് എനിക്ക് കിട്ടാറ്. അത്ര അടിപൊളി ഒരു പ്ലസൻറ്റ് വൈബ് കിട്ടുന്ന സ്ഥലമാണ്. സൂര്യോദയമായാലും അസ്തമയമായാലും ഇവിടെ നിന്ന് കാണാൻ കാഴ്ചകൾ ഒരുപാടാണ്. ഒരിക്കൽ നിങ്ങളും പോയി നോക്കണേ.